എല്ലാവർക്കും എപ്പോഴും ഏതാവശ്യത്തിനും പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക്. ചെറുപുഴ ടൗണിൽ ഹോട്ടലുകളിൽ ഏകപക്ഷീയമായി വില വർദ്ധിപ്പിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് യൂത്ത് കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഹോട്ടലുകളിലെത്തി മാനേജ്മെന്റുമായി സംസാരിക്കുകയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. 15 രൂപയാണ് ചായയ്ക്കും എണ്ണക്കടികൾക്കും ചെറുപുഴയിലെ ഹോട്ടലുകൾ ഈടാക്കുന്നത്. വിലവർദ്ധനവിൽ നിന്നും ഹോട്ടൽ ഉടമകൾ പിന്മാറണമെന്നാണ് ആവശ്യമുയരുന്നത്. മുൻപ് ചെറുപുഴ പഞ്ചായത്തിൻ്റെയും ഹോട്ടൽ ഉടമകളുടെയും വ്യാപാര സംഘടനകളുടെയും യുവജന സംഘടനകളുടെയും മധ്യസ്ഥതയിൽ വില ഏകീകരിച്ചതാണ്. ഈ തീരുമാനം ഹോട്ടൽ ഉടമകൾ അട്ടിമറിച്ചുവെന്നാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രണവ് കരേള, കെ ഡി പ്രവീൺ, പി രതീഷ്, പി മിഥുൻ, ഷിനു എബ്രഹാം, രേഷ്മ വി രാജു, പ്രിൻസ് വെള്ളക്കട, ടി പി ശ്രീനിഷ്, ആൽബിൻ, മാർട്ടിൻ ഡേവിഡ് എന്നിവർ നേതൃത്വം നൽകി. ഗ്യാസിനുൾപ്പെടെ വാണിജ്യ ഗ്യാസിനുൾപ്പെടെ വില കുറയുന്ന ഒരു സാഹചര്യവും ഗ്യാസിൻ്റെ ലഭ്യത ആവശ്യത്തിനനുസരിച്ച് ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് മുന്നോട്ടുണ്ടായിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. ആ വില കൂട്ടിയ സമയത്ത് ഇവരൊക്കെ പറഞ്ഞൊരു ന്യായീകരണം എന്ന് പറയുന്നത് ഗ്യാസ് കിട്ടാനില്ല, വിറകാണ് ഉപയോഗിക്കുന്നത്, വിറകിന് പൈസയാണ്, ഗ്യാസ് കിട്ടുന്നില്ല എന്ന കാരണങ്ങളാണ്. പക്ഷേ ഇപ്പം ആ സാഹചര്യങ്ങളെല്ലാം മാറിയിട്ടും സമീപ പ്രദേശങ്ങളായ പാടിയോട്ടുചാൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോഴും മിക്ക കടകളിലും 10 രൂപയും 12 രൂപയും മാത്രമാണ് ചായക്കും കടിക്കും വില ഈടാക്കുന്നത്. ചെറുപുഴ എന്ന് പറയുന്നൊരു ടൗൺ എന്നത് സാധാരണ ഒരു മലയോര ജനത, സാധാരണക്കാരായ ആൾക്കാർ, കർഷകർ ഉൾപ്പെടെ ആശ്രയിക്കുന്ന ഒരു പ്രധാന നഗരമാണ്. ആ നഗരത്തിൽ അന്യായമായി ഉള്ള ഈ വില വർധന തീർച്ചയായും ഒരു തലത്തിലും അംഗീകരിച്ച് മുന്നോട്ട് പോവില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായി ഇതൊരു സൂചന മാത്രമാണ്, ഇതൊരു താക്കീത് കൊടുക്കൽ മാത്രമാണ്. ഇനി മുന്നോട്ട് കൂടുതൽ സമര പരിപാടികളുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വരുമെന്ന് മാത്രം അറിയിക്കുന്നു. കൂടുതൽ വിവരണം നൽകുന്നത് 65 രൂപ റേറ്റിലും ഈ പഞ്ചായത്ത് പരിധിയിൽ ചെറുപുഴ ഭാഗത്ത് വരുന്ന എല്ലാ ഹോട്ടലുകളിലും ഏകീകരണം നടത്താൻ വേണ്ടി തീരുമാനമെടുത്ത് ദൃശ്യമാധ്യമങ്ങളിലൂടെ അറിയിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ അടുത്ത കാലത്ത് വീണ്ടും ചായക്കും കടിക്കും 15 രൂപ. ഒരാൾ ടൗണിലോട്ട് ഇറങ്ങിയൊരു ചായയും കടിയും കടിച്ചാൽ 30 രൂപ വീതം ചിലവാക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. അന്ന് ഒരു പുതിയ അറിയിപ്പുണ്ടെങ്കിൽ പഞ്ചായത്തുമായിട്ട് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടോ ഇല്ലെങ്കിൽ വ്യക്തികൾക്ക് ഇത്ര ദിവസം മുമ്പേ അറിയിപ്പ് നൽകിക്കൊണ്ട് ഹോട്ടലുടമകൾ വില വർധനവിലേക്ക് കടക്കാം എന്ന രീതിയിലേക്ക് നമ്മളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും എപ്പോഴും ഏതാവശ്യത്തിനും പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക്. ഞങ്ങൾ നൽകുന്ന വായ്പകൾ ഭവന നിർമ്മാണം, മത്സ്യ സംസ്കരണം, സോളാർ പദ്ധതി, ഹോട്ടൽ വ്യവസായം. ഈ ബാങ്ക് ഉപഭോക്താക്കൾക്ക് നല്ല സഹകരണം, നല്ല സേവനം, കസ്റ്റമേഴ്സിന് ഉപകാരപ്രദമായ ധാരാളം പദ്ധതികൾ ആവിഷ്കരിക്കുന്നു എന്നുള്ളതാണ്. ഭവന വായ്പ, ബസ്, കാർ, 2 വീലർ ലോണുകൾ, സ്വയം തൊഴിൽ, ചെറുകിട വ്യവസായം, വസ്ത്രവ്യാപാരം, വിദേശ പഠനം, ഇന്റർലോക്ക് ആൻഡ് ബ്രിക്സ്, കൂടാതെ സ്വർണ്ണ പലിശ 7% മുതൽ. മൊബൈൽ ബാങ്കിംഗ്, ATM, ലോക്കർ സൗകര്യങ്ങൾ. ഫിനാൻഷ്യൽ സൗണ്ട് ആൻഡ് വെൽ മാനേജ്മെന്റ് അംഗീകാരം ലഭിച്ച ബാങ്ക്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുമതിയില്ലാതെ ബ്രാഞ്ചുകൾ തുടങ്ങാൻ കഴിയുന്ന FSWM അംഗീകാരം. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക്. ബ്രാഞ്ചുകൾ പയ്യന്നൂർ മെയിൻ ഈവനിംഗ്, പെരുമ്പ റെയിൽവേ ഗേറ്റ്, രാമന്തളി, കരിവള്ളൂർ, മാതമംഗലം, പെരുമ്പടവ്, ചെറുപുഴ. 10ാമത് ബ്രാഞ്ച് അരവഞ്ചാലിൽ